കേരളത്തിലുള്ള ടോപ്പ് ആനകൾ ഭയങ്കര പ്രഷറിൽ തന്നെയാണ്. ഒരു 15-20 ആനയ്ക്ക് നല്ല പ്രഷറാണ് സീസണിൽ. ഇത് ഒഴിവാക്കാനായിട്ട് ഇപ്പം കേന്ദ്ര സർക്കാർ നിയമം വന്നിട്ടില്ല, വരണമെന്ന് പറയുന്നുണ്ട്. ആനയെ കൊണ്ടുവരാം, ആസാമിൽ നിന്ന്, ബംഗാളിൽ നിന്ന്, ബീഹാറിൽ നിന്നൊക്കെ ആനയെ കൊണ്ടുവരാം. കൂടാതെ കേരളത്തിലും തമിഴ്നാട്ടിലും മൈസൂരൊക്കെ ഒരുപാട് ആനകൾ കാട്ടിലുള്ളതിനെ പിടിച്ചിണക്കി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അമ്പലങ്ങളിലോ ക്ഷേത്രങ്ങളിലൊക്കെ അവരുടെ പെർമിഷൻ വെച്ചിട്ടുള്ള കടലാസുകൾ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ 369-370 നാട്ടാനകളിലുള്ളൂ. ഇന്ത്യയിൽ മുഴുവനായിട്ട് ഇത് 4800 നാട്ടാനകളുണ്ട്. അപ്പൊ അവരിങ്ങോട്ട് കൊണ്ടുവരാനുള്ള പെർമിഷൻ കൊടുക്കാന്നാണ് ഞാൻ പറയുന്നത്. സർക്കാർ അതിന് മുൻകൈ എടുത്ത് അതിന് പെർമിഷൻ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ഉത്സവങ്ങളിലും പൂരങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഈ പ്രഷർ കുറയും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ആനകൾക്ക് ഉണ്ടാവുന്ന പ്രഷർ എന്താ ഈ സീസണിൽ? പാമ്പാടി രാജൻ്റെ പ്രഷർ എന്താ? നല്ല ആനക്കാരെ കിട്ടാണ്ടോ? എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ചേലൂർ രാജേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ടായിരുന്നു തൃപ്രയാറ്. 45 കൊല്ലം ഒറ്റ ആനക്കാരനായിരുന്നു, ഗോവിന്ദൻ നായർ. അയാൾ നടന്ന ആന പുറകെ പോവും. അങ്ങനെ 45 കൊല്ലം ഒരു ആനയുടെ കൂടെ നിന്ന് ആനക്കാരൊന്നുണ്ടോ? ഇല്ല. രണ്ടാമത്തെ കാര്യം, ആനക്കാർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് എവിടെയാണ് കിട്ടണേ? അത് കിട്ടുന്നില്ല. അവർക്ക് കൊടുക്കണം. ഗുരുവായൂരും ഫോറസ്റ്റൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് 10-15 ലൈക്ക് മൈൻഡഡ് ആൾക്കാരെ വിളിച്ച് അവർക്ക് 2 കൊല്ലത്തൊരു ട്രെയിനിങ് കൊടുക്കാൻ ഡോക്ടർമാർ, ആനുടമസ്ഥന്മാർ, നല്ല കഴിവുള്ള പാപ്പാന്മാർ. ഇവരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന ചാമിച്ചേട്ടനെയോ ചാമിയാശാനുണ്ട്, മറ്റേ മനോജുണ്ട്, അല്ലെങ്കിൽ വിനോദുണ്ട്. ഇവരൊക്കെ കൂടി ചേർത്ത് അങ്ങനത്തെ ഡോക്ടർമാരൊക്കെ ചേർത്ത് ഒരു ഫാക്കൽറ്റി ഉണ്ടാക്കി ഇവർക്ക് ട്രെയിനിങ് കൊടുക്കണം. എന്നിട്ട് 8 കൊല്ലെങ്കിലും 2-ാം പാപ്പാനും 3-ാം പാപ്പാനും ആയവനെ 1-ാമനാവാൻ പാടുള്ളൂ. ഇത് പിണ്ടം വായനും വലിയൊരു ചുമന്നവനും പിറ്റേ ദിവസം ചട്ടക്കാരനാവുക ചെയ്യണേ. അവന് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവും. അവൻ കുത്തിയും ചവിട്ടിയൊക്കെ ആനെ ഇരുത്തും, കൊമ്പ് പിടിക്കും, കഴിഞ്ഞു. അതിനല്ല, അത് ട്രെയിനിങ് കിട്ടിയാൽ പറഞ്ഞാൽ കേൾക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഗോവിന്ദൻ നായർ നടന്ന ആന പുറകെ നടക്കും.